ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഒരു സൺഡേ വ്ളോഗാണ്. അത് ഞാൻ എഴുന്നേറ്റ് വരികയാണ്. അപ്പോൾ അമ്മ അത് എഴുന്നേറ്റ് ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചായയും കയ്യിലെടുത്ത് നമ്മുടെ തുമ്പൂൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അവരെന്നെ കണ്ടപ്പോൾ തന്നെ അവർ മുതലും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. പുറത്ത് നല്ല മഴയായിരുന്നു. എന്നോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ ഹോളിൽ വന്നിരിക്കുമ്പോൾ ദേവ് എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോൾ തുമ്പ അവിടെ എന്തോ എടുത്തുകൊണ്ടിരിക്കുക. അച്ഛനും അമ്മയും എന്തേ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഗ്രീൻ പീസ് കറി പുട്ടും ഗോതമ്പ് പുട്ടുമാണേ. അപ്പോൾ ഞാൻ അത് വേവിക്കാൻ വെച്ചിട്ട് അടുക്കളയിൽ 2 ജനല തുറന്നിടാണ്. അപ്പോൾ തണുത്തൊരു കാറ്റ് അടുക്കളയിലോട്ട് കയറും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നേരം വെളുത്ത് എഴുന്നേൽക്ക് അടുക്കളയിൽ വന്നുമ്പോൾ തന്നെ ഞാനത് തുറന്നിടും. അപ്പോൾ നമ്മുടെ ഇറാത്ത് മഴ പെയ്തിട്ട് വെള്ളവും ചെളിയും തെറിച്ചിട്ട് ദൈവം അത് കഴുകിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അത് ചേട്ടൻ ഡെറ്റോൾ അതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഡെറ്റോൾ ഒഴിച്ചാണ് നമ്മളവിടെ കഴുകാനേ. അപ്പോൾ ആദ്യം ഒന്ന് അടിച്ചിട്ട് അതിനുശേഷം നമ്മൾ വെള്ളമൊഴിച്ച് അതവിടെ കഴുകുകയാണ്. അപ്പോൾ ദൈവമാണ് അവിടെ അടിച്ച് കഴുകണത്. അപ്പോൾ ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണത്. മഴയൊക്കെ ഒന്ന് മാറിയതിന് ശേഷമുള്ള വ്യൂ ആണേ. അതിനുശേഷം തുമ്പു അവിടെ ഫ്രണ്ടിലിരുന്ന് കളിക്കുന്നുണ്ട്. അവളുടെ ഒരു ടോയിനെ കണ്ണെഴുതിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ. അച്ഛനിരുന്ന് പത്രം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് പുട്ടാണ്. അപ്പോൾ ഗോതമ്പ് പുട്ടിനുള്ള പൊടി അമ്മ അരിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. നമ്മളിവിടെ പൊടി അരിച്ചിട്ടാണ് ഉപയോഗിക്കാറ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയാണെങ്കിൽ നമ്മൾ ഇവിടെ അരിക്കും. അപ്പോൾ അമ്മ അത് അരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പുട്ടിന് തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തുമ്പാണ് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് തരുന്നത്. അപ്പോൾ ദേവും ഞാനും പറയണം മര്യാദയ്ക്കൊക്കെ വീഡിയോ എടുത്ത് പഠിക്കുന്നൊക്കെ. അതിനുശേഷം നമ്മുടെ ഗ്രീൻ പീസ് ഇവിടെ വെന്തതുണ്ട്. പുട്ടിന് പൊടി നനച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരകിയതുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോഴാണ് നമ്മളത് ഗ്രീൻ പീസ് വേവിച്ച് മാറ്റും. അതിനുശേഷം പാൻ വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി അതിനുശേഷം കറിവേപ്പില ഇട്ട് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല അതെല്ലാം ചേർത്താണ് നമ്മളിവിടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ വേവിക്കണതിൽ സബോളയും എല്ലാം ചേർത്തിട്ടുണ്ടാവും. അതിനുശേഷം വേവിച്ചത് ഈ താളിക്കാനുള്ളിലിട്ട് അങ്ങനെയാണ് എടുക്കണം നമ്മൾ ഗ്രീൻ പീസ് കറി. അപ്പോൾ അത് നമ്മുടെ തുമ്പു അച്ചാച്ചനും അച്ചാമ്മയ്ക്കും എല്ലാവർക്കും ഉമ്മ കൊടുത്തുകൊണ്ട് നടക്കുകയാണ്. ആൾക്കൊന്ന് കട വരെ പോകണം അച്ഛൻ്റെ കൂടെ. അതിന് എല്ലാവർക്കും ഉമ്മ കൊടുത്തിട്ടാണ് പോണത്. അപ്പോൾ ദൈവം നമ്മുടെ ക്യാമറ ഉണ്ട്. അപ്പോൾ കണ്ണൂത്തിക്കാണ് കണ്ടത്. അപ്പോൾ അവളുടെ അച്ഛൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ചേട്ടനും പുറത്ത് നിൽപ്പുണ്ട്. ഉണ്ണിച്ചേട്ടൻ്റെ ഉറക്കം എഴുന്നേറ്റ് വന്ന് പുറത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ചാച്ചനും ഉമ്മ കൊടുത്ത് കുട്ടി അച്ഛൻ്റെ കൂടെ കടയിൽ പോകാൻ വേണ്ടി റെഡിയാവാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ഈ മഴയത്ത് എന്തിനാണ് പോകണം, ഇപ്പോൾ മഴ വരില്ലേ, നീ നനയൂലേ എന്നൊക്കെ. അപ്പോൾ ഞാനും ദൈവം ഉണ്ണിച്ചേട്ടൻ ഇവിടെ പോകണം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചെരുപ്പ് ഇടാണ്. അവൾ പോണത് അവൾക്ക് ഐസ്ക്രീമോ കോലിമിഠായിയോ എന്തെങ്കിലും വാങ്ങാനാണ്. പിന്നെ ചേട്ടനും ഇവളും പോണത് ചിക്കൻ വാങ്ങിക്കാനാണേ. അപ്പോൾ ആരും ഇവിടെ പുറത്തിറങ്ങിയാലും തുമ്പ് ആദ്യം അവരുടെ കൂടെ ഇറങ്ങും. ചെരുപ്പൊക്കെ ഇട്ട് ചേട്ടൻ്റെ കൂടെ പോകാൻ വേണ്ടി റെഡിയായി ആൾ ഇറങ്ങി. അപ്പോൾ ഓട്ടോയൊക്കെ ഒന്ന് തൊട്ട് തലോടുന്നുണ്ട് ആൾ. അതിനുശേഷം ചേട്ടൻ അവളെ വണ്ടി കയറ്റാണ്. ഞങ്ങൾക്കൊക്കെ ടാറ്റ പറയാണ്, മിഠായി വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പോണത്. അതിനുശേഷം അവർ ചിക്കൻ വാങ്ങിക്കാൻ പോയി. അപ്പോൾ നമുക്കിന്ന് ഇവിടെ സൺഡേ ആയിട്ട് ചിക്കനാണ്. പിന്നെ ദൈവം കുറച്ച് റൈസ് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൺഡേ ആയിട്ട് എന്തായിരുന്നു കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾക്ക് ടാറ്റ പറഞ്ഞ തുമ്പ് പോയി. അതിനുശേഷം ഗോതമ്പ് പുട്ടാണ്. പിന്നെ നമുക്ക് പുറത്ത് കുറച്ച് ഡ്രസ്സ് വർക്ക് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ചെടികളൊക്കെ സൈഡിൽ പറിച്ചളയാനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കാറ് ഇതിനകത്തോട്ട് കയറ്റിയിട്ട് കാറിടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഡ്രസ്സ് വർക്ക് ചെയ്തത്. അപ്പോൾ കാറിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാണ് ഉണ്ണിച്ചേട്ടൻ. കുറേ ദിവസമായി കാർ എടുത്തിട്ട്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടി ആൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനുശേഷം ആ സൈഡിൽ നിന്ന ചെടികളെല്ലാം കൊത്തി പറിച്ചെടുക്കുകയാണ്. നമ്മളിവിടെ മഴ പെയ്താൽ ഭയങ്കര ചെളിയാണ്. ഈ സൈഡിൽ ഫുൾ ചെളിയായിട്ട് കിടക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ആ ചെടിയെല്ലാം കൊത്തി പറിച്ചെടുത്ത് വേറെ സ്ഥലത്തോട്ട് നട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതേ കുട്ടി വന്നിട്ടുണ്ട്. കടയിൽ പോയി. അവൾ പോയി വന്നതിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. ഇപ്പോൾ ചേട്ടനത് ഐസ്ക്രീമൊക്കെ വാങ്ങി ആൾ ഹാപ്പിയായി. ആളത് കഴിക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അതേ നമുക്ക് ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് വേണ്ടിയിട്ട് പാലും വെച്ചേക്കാണ്. പാൽ ചായയാണ് ഇവിടെ വെച്ചേക്കണത്.
അപ്പോൾ അതിന് വേണ്ടി പാല് തിളപ്പിക്കാൻ വെച്ചു. അതിനപ്പുറത്ത് മുട്ട ഇട്ടിട്ടുണ്ട്. ഇവിടെ മുട്ട എല്ലാ ദിവസവും പുഴുങ്ങുന്നതാണ്. പിന്നെ തുമ്പുവിന് ദോശ മതി എന്ന് പറഞ്ഞപ്പോൾ ദോശ ചുട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ഞാൻ റൂം തുറന്ന് നോക്കുമ്പോൾ ഉണ്ണിച്ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് ഒട്ട കഴുകുന്നുണ്ട്. ഓസിറ്റാണ് കഴുകണത്. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം ചിക്കൻ കറി വെക്കാനുള്ള നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ ക്ലിപ്സൊക്കെ ഞാൻ എടുക്കാൻ മറന്നു. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാനും തുമ്പും കൂടെ പൗഡർ ഇട്ട് കളിക്കുന്നതാണ് കാണുന്നത്. അവൾക്ക് റെഡി ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. റെഡി ആവുന്നതാണ് കാണുന്നത്. നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആയിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അവളെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് അവൾ എൻ്റെ മുഖത്ത് ആ പൗഡർ ഫുള്ള് ഇട്ടത്. അപ്പോൾ അവൾക്ക് മീശ വരച്ചു കൊടുക്കൽ, അവൾ എൻ്റെ മേത്ത് മീശ വരയ്ക്കൽ, ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ റെഡിയാക്കുന്ന സമയത്ത് പറയും നമുക്ക് മീശ വരച്ച് കളിക്കാമെന്നാണ് ആൾ ആദ്യം പറയുന്നത്. വീഡിയോ ഓണാക്കി വെക്കുക, നമുക്ക് മീശ വരച്ച് കളിക്കാമെന്നാണ് കുട്ടി ആദ്യം പറയുക. അതിനുശേഷം ഞാൻ പിടിച്ച് ഇരുത്തി മീശ വരയ്ക്കുകയാണ്. അവൾ എൻ്റെ മുഖത്തും കുറേ വരച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര ചിരിയിലാണ് ആൾ. അത് ഇങ്ങനെ വരച്ച് കളിക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വീഡിയോയിലൊന്ന് നോക്കുകയാണ് എവിടേക്കാണ് പൗഡർ ഇരിക്കണേ, വീഡിയോ ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾ. പൂച്ചയുടെ പോലെ വരയ്ക്കാനാണ് നോക്കിയത്, പക്ഷെ ശരിയായില്ല. അപ്പോൾ അവൾ എൻ്റെ മുഖത്ത് വരയ്ക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ മുഖത്ത് വരയ്ക്കും. അതിൻ്റെ മൊത്തം മുഖത്തോട്ട് അവളങ്ങനെ തേക്കും. അപ്പോഴാണ് ദേവുവിനെ കണ്ടത്. അപ്പോൾ ദേവുവിനെ പിടിച്ച് വലിച്ചിരുത്തി ദേവുവിൻ്റെ മുഖത്ത് ഞങ്ങൾ വരയ്ക്കാനായിട്ട് നിന്ന്. അപ്പോൾ ദേവ് ആദ്യം പറഞ്ഞു വേണ്ടെന്നൊക്കെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സമ്മതിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും ദേവുവിൻ്റെ മുഖത്തും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്ത്, അവളും എടുത്ത് ഞാനും എടുത്ത്, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വരച്ചു കൊടുത്തത്. അങ്ങനെ വരച്ചെടുത്തപ്പോൾ ദേവ് ചോദിക്കുക എന്തിനാണ് ഞാൻ ഈ വഴി വന്നത്, വേറെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ പറയും ഇതൊക്കെ ഒരു രസമല്ലേ. ഞങ്ങൾ രണ്ടുപേരും കൂടി ദേവുവിനെ വരച്ച് ദേവുവിൻ്റെ മുഖം നോക്കി. അപ്പോൾ അവളും ചുറ്റിനും നടന്ന് വരയ്ക്കുന്നുണ്ട്. ഞാൻ തുമ്പ് ക്യാമറയിൽ കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷം ഞങ്ങളൊരു പൂച്ചയുടെ പോലെ ആക്കി കൊടുത്ത് ദേവുവിനെ. അപ്പോൾ അവൾ കൊണ്ട് തലയിലൊക്കെ തേച്ച് കൊടുത്തു, പിന്നെ മുഖത്തും തേച്ചു. അപ്പോൾ ദേവു ഓടാൻ നിൽക്കണേട് പിടിച്ച് നിർത്തിയാണ് തേക്കണത്. അപ്പോൾ ഞാൻ ക്യാമറയിൽ കാണിക്കുകയാണ്, നോക്കിയേ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പിന്നെയും തേക്കാനാണല്ലോ. ഞങ്ങൾ മൂന്നുപേരും കൂടി പൗഡറിൽ കുളിച്ചിട്ടുള്ള ഒരു രംഗമാണ് കാണുന്നത്. അപ്പോൾ ദൈവ കടയിൽ പോയിട്ട് വരണ വഴിയാണ്. അപ്പോൾ സോപ്പ് പൊടി കൊണ്ട് കയറിയത് അടങ്ങാട്. നമുക്കിന്നിവിടെ ബിരിയാണി ആയിരുന്നു. ബിരിയാണി ചിക്കൻ കറി. ബിരിയാണി ദൈവമാണ് വെച്ചത്, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ചോറ്, സാദാ ചെമ്മീൻ കറി, പിന്നെ സാലഡ്. ഇത്രയാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞിത്തുമ്പ് റൈസ് വേണമെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ റൈസെല്ലാം എടുക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വാഷ് ബേസിൽ കൈയൊക്കെ കഴുകി കഴിക്കാൻ വേണ്ടി ചെന്ന് കഴിച്ച്. അതിനുശേഷം ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് കളിക്കണേയാണ് കാണുന്നത്. അവൾക്ക് കുറുമ്പ് നല്ലോണം ഉണ്ട്. അപ്പോൾ എന്തോ പറഞ്ഞ് വാശി പിടിക്കുകയാണ് അവൾ, ചാച്ചനെടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. താങ്ക് യു.